ചരിത്രം ചില പേരുകളെ ഓർക്കും, എന്നാൽ ഒരു പേര് ഉച്ചരിക്കുമ്പോൾ സ്റ്റേഡിയം ഇന്നും എഴുന്നേറ്റ് നിൽക്കും. യെസ്, യു ഹേർഡ് ഇറ്റ് റൈറ്റ്, ദാറ്റ് ഈസ് ലെജൻഡറി ഉസൈൻ ബോൾട്ട്. ഉസൈൻ ബോൾട്ടിന്റെ ഇൻസ്പയറിംഗ് സ്റ്റോറി കേൾക്കുന്നതിന് മുമ്പായി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. 1986 ജമൈക്കയിലെ ഒരു ചെറിയ ഗ്രാമം, അവിടെ ജനിച്ചൊരു കുട്ടിയുടെ ആദ്യ സ്വപ്നം ഒളിമ്പിക്സ് ആയിരുന്നില്ല, ക്രിക്കറ്റും ഫുട്ബോളുമായിരുന്നു ബോൾട്ടിന്റെ ലോകം. പക്ഷെ ബോൾട്ടിന്റെ സ്കൂളിലെ ഒരു കോച്ച് ഒരു കാര്യം കണ്ടു. ബോൾട്ട് ബാക്കിയുള്ള കുട്ടികളെ പോലെ ഓടുന്നില്ല, കാറ്റിനെ പിന്തുടരുന്നുമില്ല, കാറ്റ് ബോൾട്ടിനെ പിന്തുടരുന്നു. ആ ദിവസം ഉസൈൻ ബോൾട്ട് ഒരു റണ്ണർ ആയില്ല, ലോകത്തിന്റെ പ്രതീക്ഷയായി മാറി. 15-ാം വയസ്സിൽ ലോകം ബോൾട്ടിനെ ശ്രദ്ധിച്ചു. അങ്ങനെ ഒളിമ്പിക്സിൽ വന്നു. ഓരോ റേസും ഓരോ മത്സരമായിരുന്നില്ല, ഒരു പ്രഖ്യാപനമായിരുന്നു. 100 മീറ്റർ 9.58 സെക്കൻഡ്, 200 മീറ്റർ 19.19 സെക്കൻഡ്. ഈ രണ്ട് നമ്പറുകൾ റെക്കോർഡല്ല, ഒരു മനുഷ്യന്റെ പരിധി എവിടെയാണെന്ന് വീണ്ടും എഴുതിയ നിമിഷങ്ങളായിരുന്നു. ലോകം ബോൾട്ടിനെ കണ്ടില്ല, സ്പീഡിന്റെ മറ്റൊരു രൂപം കണ്ടു. ഒരു ചാമ്പ്യൻ ഗോൾഡ് ജയിക്കും, ഒരു ലെജൻഡ് ഒരു തലമുറയെ മാറ്റും. ഉസൈൻ ബോൾട്ട് ഓട്ടത്തിലല്ല ജയിച്ചത്, ഓടുന്ന ഓരോ കുട്ടിയുടെ സ്വപ്നത്തെ ജയിപ്പിച്ചു. ഇന്ന് ലോകത്തിലെ ഏത് കോണിൽ ഒരു കുട്ടി സ്പ്രിന്റ് തുടങ്ങുന്നുണ്ടോ അവിടെ ബോൾട്ടിന്റെ നിഴൽ ഇപ്പോഴും ഓടുന്നുണ്ട്. ഉസൈൻ ബോൾട്ട് നമ്മളെ പഠിപ്പിച്ച ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, വിജയം മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതിലല്ല, നിന്റെ കഴിവിനെ ലോകം മറക്കാൻ കഴിയാത്ത ഒരു നിലവാരമാക്കി മാറ്റുന്നതിലാണ്.